റമദാനിന് രണ്ടൊരുക്കങ്ങളാണ് പ്രധാനപ്പെട്ട ഒരുക്കം. രണ്ടൊരുക്കം. ഒന്നാമത്തെ ഒരുക്കം സക്കാത്ത് ആഘോഷമാക്കാതിരിക്കാനുള്ള ഒരുക്കം. സക്കാത്ത് ആഘോഷമല്ല. സക്കാത്ത് എന്ന് പറഞ്ഞത് സ്വതക്ക, സക്കാത്ത്, ഹിബത്ത്, ഹദിയ ഇതൊന്നും ഒരു ആഘോഷ പരിപാടിയല്ല. റിലീഫ് പ്രവർത്തനം ആഘോഷമല്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ അതൊക്കെ ആഘോഷമായാലുണ്ട്. ഒരു മിസ്കീനെ വിളിച്ചോടുന്നങ്ങാണ്ട് അങ്ങോട്ട് തിരിച്ചിട്ടൊരു ഫോട്ടം, പിന്നെ ഓനെ ഇങ്ങോട്ട് തിരിച്ചിരുത്തിയിട്ട് വേറൊരു ഫോട്ടം. റിലീഫ് എല്ലാവരും നടത്തണം. ഇവിടെ എല്ലാം റിലീഫ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷം. ഫോട്ടോ എടുക്കണം, അതൊരു അനിവാര്യതയാണെങ്കിൽ. ഗൾഫിൽ നിന്ന് കുട്ടികളെ അയച്ചെന്ന പൈസയാണ് ഇവിടെ കൊടുത്തു എന്നുള്ളതിന് അവർക്ക് തെളിവ് വേണം. അടുത്ത വർഷവും നടക്കണം. ഞാൻ ഒരിക്കലും അനിവാര്യതയെ ചോദ്യം ചെയ്യുന്നില്ല, ആവശ്യത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ മനസ്സ് എവിടെ ഇരിക്കണം? മിസ്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്താണ്. മുഹമ്മദ് നബി ദ്വാരുന്ന സ്ഥാനമാണ് മിസ്കീനുള്ളത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ബി സുംറത്തിൽ മസാകീൻ. പടച്ചോനെ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ, എന്നെ മിസ്കീനായി മൗത്താക്കണേ. ദുനിയാവും കഴിഞ്ഞ നാളെ ആഖിറത്തിലെത്തുമ്പോ എന്നെ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്തുള്ള ആളാണ് മിസ്കീന്. ഓനെ വിളിച്ചുകൊടുങ്ങാണ്ട് ഇவ்விதം അപമാനിക്കാൻ പാടുണ്ടോ? ഇவ்விதം അപമാനിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് എന്ത് വേണം? ഒരാൾ കൊടുക്കണം. ഓല കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് വേറൊരാളെ ഏറ്റുവാങ്ങണം. നാളെ ദിവസം ഒരു പരിപാടിക്ക് എന്നപ്പോൾ റിലീഫ് കമ്മിറ്റി ഉണ്ട്. റിലീഫ് കമ്മിറ്റി ചെയർമാനാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും വേണ്ടി മഹല്ല് സെക്രട്ടറിയാണ് ഏറ്റുവാങ്ങുന്നത്. ഒറ്റ മിസ്കീന് സ്റ്റേജിൽ കയറ്റിയില്ല. അബ്ബാസ് തങ്ങളായിരുന്നു ഉദ്ഘാടനത്തിൽ ഉണ്ടായിരുന്നത്. മുമ്പ് യോഗ ഉദ്ഘാടനം ചെയ്തു. റിലീഫ് കമ്മിറ്റിയുടെ ചെയർമാൻ കൊടുക്കുക, മഹല്ല് സെക്രട്ടറി ഏറ്റുവാങ്ങുക. ഒറ്റ മിസ്കീനും കയറ്റിയില്ല. നല്ല പരിപാടിയാണ്. മിസ്കീൻ അപമാനിക്കാൻ പാടില്ല. മിസ്കീൻ അഭിമാനമുള്ളവനാണ്. ഫക്കീർ അങ്ങനെയല്ല. ഫക്കീർ അഭിമാനം ഇല്ലാത്തവനാണ്, മിസ്കീൻ അഭിമാനമുള്ളവനാണ്. ഫക്കീറിനോട്ട് കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഫക്കീറിന് സക്കാത്ത് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആരെന്ത് കൊടുക്കുകയാണെങ്കിലും മിസ്കീനാ കൊടുക്കാൻ പറഞ്ഞത്. ഫക്കീർ അഭിമാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് തലമ ചൊറിഞ്ഞാണ്ട് പറയും, കഴിഞ്ഞ കൊല്ലത്തെ 25,000 ലോക്ക്ഡൗൺ ആയിട്ട് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇക്കൊല്ലത്തെ 25,000 ഞാൻ നേരത്തെ പോന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തോടെയും കൂട്ടി തന്നാളി എന്ന് പറയാറ്. ആര്? ഫക്കീർ. മിസ്കീനോ? മിസ്കീനോ അവൻ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്ന് കേട്ടാ വഴിക്ക് പോവില്ല. മിസ്കീൻ അഭിമാനിയാണ്. അവനാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മിസ്കീനാണ് കൊടുക്കാൻ പറഞ്ഞത്. ഫക്കീറിന് ആകെ കൊടുക്കാൻ പറഞ്ഞത് സക്കാത്ത് മാത്രമാണ്. അതാണെങ്കിൽ ബർക്കത്തുള്ള മുതലും അല്ല, അത് ബർക്കത്തില്ലാത്ത മുതലാണ്. സക്കാത്ത് ബർക്കത്തുള്ള മുതലല്ല. ബർക്കത്തുള്ള മുതലാണെങ്കിൽ തങ്ങന്മാർ കൊടുക്കാൻ പറയില്ലേ, അവർക്ക് കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. കൊടുക്കാൻ പറ്റൂലേനും അവർക്ക് വാങ്ങാനും പറ്റൂല. ബർക്കത്തുള്ള മുതലല്ല. ബർക്കത്തുള്ള മുതലൊക്കെ മിസ്കീനെ കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനത്തെ മിസ്കീനെ നമ്മൾ കൊടുത്തിട്ട് ഈ ആദ്യം ഫോട്ടോ എടുക്കണം. അപ്പൊ നല്ല സൂക്ഷിക്കണ്ടേ. റമദാൻ മാസം എന്ന് പറയുന്നത് ആത്മീയതയുടെ മാസമാണ്. ആത്മീയ അന്വേഷണത്തിന്റെ മാസമാണ്. നന്നാവണം എന്ന് വിചാരിച്ചാൽ നന്നാവാനുള്ള മാസം അതാണ് റമദാൻ മാസം. നന്നാവണം എന്ന് കരുതിയവർക്ക്, നന്നാവണം എന്ന് വിചാരിച്ചവർക്ക് നന്നാവാൻ പറ്റിയ മാസം. അതിന് 2 മാസം ഒരുങ്ങണം. അപ്പൊ ഒന്നാമത്തെ ഒരുക്കം സക്കാത്ത് ആഘോഷമാക്കാതിരിക്കാനാണ്. രണ്ടാമത്തെ ഒരുക്കം അവസാനത്തെ 10 നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവസാനത്തെ 10ആണ്. ആദ്യത്തെ 10 നമ്മളിങ്ങനെ പള്ളിയൊക്കെ ചെല്ലും. ലോറുക്കും അസർക്കും ആലുവിക്കും ഇഷാക്കൊക്കെ ഉണ്ടാവും. ആ മുസാഫൊക്കെ വലിച്ചു കണ്ട് റോത്തൊക്കെ തുടങ്ങും. ഒരു 10 4 പേജ് പോകില്ല. അപ്പൊ അതിന് കഴിഞ്ഞു. അവസാനത്തെ 10 മൂത്രയിക്കാൻ മുട്ടിയാൽ പോലും പള്ളിയിലേക്ക് കയറില്ല. ഏറ്റവും കൂടുതൽ പള്ളിയിൽ ഇരിക്കേണ്ട സമയം ഏതായാലും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും തുണിങ്കുപ്പായി എടുക്കണ്ടേ. എന്നാ പിന്നെ ആദ്യം തന്നെ എടുത്തെന്താ? അങ്ങനെ അവസാന 10 വെക്കേണ്ട കാര്യം എന്ത് ചെയ്യും? ഏതായാലും ഇപ്പൊ എടുക്കണല്ലോ, പെരുന്നാളാകുമ്പോ ഓരോ തുണിങ്കുപ്പായി. എന്നാ പിന്നെ അത് ആദ്യത്തെ 10 തന്നെ എടുത്താളി. അല്ലാണ്ടത് ആ അവസാനത്തെ 10 നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരുങ്ങണം, അല്ലെങ്കിൽ നഷ്ടപ്പെടും. 2 ഒരുക്കാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നോമ്പിന് പല വിട്ടുവീഴ്ചയുണ്ട്, തഖ്വക്ക് ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പരിശുദ്ധമായ റമദാൻ ശരീഫ് വരുന്നു. റമദാൻ ശരീഫ് വരുന്നത് ഒരു മനുഷ്യനെ ആത്മീയമായി ഉയരാനാണ്. 3 തരം നോമ്പുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളി. വിശപ്പുണ്ട്, പട്ടിണിയുണ്ട്, ഉപവാസമുണ്ട്, നോമ്പുണ്ട്, വ്രതമുണ്ട്. ഇതൊക്കെ വേറെ വേറെ സാധനങ്ങളാണ്. വിശപ്പ് എന്ന് പറഞ്ഞ വേറെ സാധനം, പട്ടിണി എന്ന് പറഞ്ഞ വേറെ സാധനം. വിശപ്പും പട്ടിണിയും ഒന്നല്ല. ഒരാൾക്ക് വിശക്കുന്നു, അതിനെന്തേലും കാരണം ഉണ്ടാവും. പട്ടിണി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, തിന്നാനില്ലാത്ത അവസ്ഥക്കാണ് പട്ടിണി എന്ന് പറഞ്ഞത്. പട്ടിണി അല്ല നോമ്പ്. എത്ര എത്ര നോമ്പുകാരാൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എത്ര എത്ര നോമ്പുകാരാണ് വിശപ്പല്ലാതെ, വിശപ്പ് സഹിക്കലല്ലാതെ അവർക്ക് മറ്റൊരു കാര്യമില്ല. പട്ടിണി കൊണ്ടൊരു കാര്യമില്ല. പട്ടിണിയിൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഉപവാസത്തിൽ ഉദ്ദേശമുണ്ട്. ഉപവാസം എന്ന് പറഞ്ഞാല് നിരാഹാര സത്യാഗ്രഹം, അതാണ് ഉപവാസം. ദുന്യാവിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന്റെ പേരാണ് ഉപവാസം. ഷുഗറൊക്കെ ഒന്ന് കുറയട്ടെ റമദാൻ കഴിയുമ്പോത്തിന്, അതാണ് എന്ത് ഉപവാസം എന്ന് പറഞ്ഞ സാധനം. റമദാൻ കഴിയുമ്പോത്തിന് തടിയൊക്കെ ഒന്ന് പാകത്തിനായിട്ട് വയറൊക്കെ ഒന്ന് കുറയട്ടെ, നോൽമ്പ് ഒരുക്കുക, അതിന്റെ പേരാണ് എന്ത് ഉപവാസം. പ്രത്യേകമായ ദുന്യവിയായ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നോൽമ്പ് ഒരുക്കുന്ന പരിപാടി. അങ്ങനെ ഉണ്ട് ചിലവര്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഇവിടെ വയറുതറിയാണ് നോട്ടിക്കോളി. എന്റെ വയറിന്റെ വിഷയം റമദാൻ മാസവും സ്വർഗവും എന്നാണ് വിചാരിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ അപ്പുറത്ത് വേറൊരു മോലിയൊരു വയറുതറിയുണ്ട്. ആ മോലിയുടെ വിഷയം റമദാൻ മാസവും ആരോഗ്യവും എന്നാണെങ്കിൽ അവിടെ തോന്നാറുണ്ടോ? നാളെ മഹ്ശറിൽ ചെന്നിട്ട് റയ്യാൻ വാതിൽക്ക് കൂടെ ചാടിക്കയറാനുള്ള ഈ പരിപാടി ആരോഗ്യം ഉഷാറാവാനായി കിട്ടിയാൽ നന്നായി. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. നിസ്കാരവും ജന്നത്തുൽ ഫിർദൗസും എന്നൊരാൾ വേറെ പറയാണ്. നിസ്കാരവും യോഗയും എന്ന് വേറൊരാൾ വേറെ പറയുകയാണെങ്കിൽ യോഗന്റെ വാതിന് തോന്നാളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ അപ്പുറന്ന് കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഇവിടുന്ന് തന്നെ എന്തെങ്കിലും നടക്കുമോ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ പരിപാടി. ആഖിറത്തേക്ക് പറഞ്ഞ കാര്യമൊക്കെ ഇവിടുക്കാക്കുക. ഇവിടുന്ന് എന്താ കിട്ടാന്ന് എല്ലാ കാര്യവും അങ്ങനെ തന്നെ. സ്വതക്കന്റെ കാര്യം പറഞ്ഞാല്, സ്വതക്ക കൊടുത്താല് ഒരു മനുഷ്യന്റെ ആഖിറം സലാമത്താകും. ഞമ്മക്കാർക്കും തീരാണ്ട് പോവില്ല. സ്വതക്ക കൊടുത്താല് 1 ലക്ഷം ഉറുപ്പിക എടുത്താല് 10 ലക്ഷം കിട്ടും. അലി റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് എന്നാ പിന്നെ ഒന്ന് കൊടുത്തു വെക്കാം, ഇവിടുന്ന് തന്നെ കിട്ടും.